ഹലോ ഫ്രണ്ട്സ്, യുകെയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് ഒരു തരത്തിലും യാതൊരു ആശ്വാസവും തരുന്ന വാർത്തകളല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴേ യുകെയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിപ്പോർട്ടേഷൻ, നാട് കടത്തൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏകദേശം 7,40,50,000 ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴുള്ളത്. അതിൽ 100,000 വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിൽ നല്ലൊരു ശതമാനം നമ്മുടെ മലയാളികളും ഉൾപ്പെടാനുള്ള സാധ്യതകളുണ്ട്. യുകെയിൽ നമുക്കറിയാം, ഇപ്പോഴ് തീവ്ര വലതുപക്ഷ പാർട്ടികളായ നൈജൽ ഫറേജയുടെ റിഫോം പാർട്ടിക്ക് വലിയ രീതിയിൽ ഇപ്പോഴേ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇനിയിപ്പോഴ് കൺസർവേറ്റീവ് കക്ഷികളും അതുപോലെ തന്നെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ലേബർ പാർട്ടിയും വലിയ രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കാനായിട്ട് അത് കാരണമാവും. അതുകൊണ്ട് തന്നെ യുകെയിൽ ഇപ്പോഴ് നല്ല രീതിയിൽ ഇതുപോലെയുള്ള ഡിപ്പോർട്ടേഷനും അതുപോലൊക്കെ തന്നെ മിക്കവാറുമുള്ള എല്ലായിടത്തും തന്നെ ഇമിഗ്രേഷൻ ട്രേഡുകളും ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. Well, the rules need to be respected and enforced. The asylum and immigration systems are important, but for too long those rules just simply haven't been properly enforced. That's why we're boosting both returns and enforcement with 19,000 people who don't have any right to be in the UK returned since the general election, and also a big increase in the illegal working raids and arrests to make sure we're also going after the employers who are exploiting migrant workers. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ, നെയിൽ ബാറുകൾ, വെയ്പ്പ് ഷോപ്പുകൾ, അതുപോലെ തന്നെ വെയർ ഹൗസുകൾ, ഫാക്ടറികൾ, ഇവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള റെയ്ഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പോൾ റെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള നമ്മുടെ ഏഷ്യയിൽ നിന്നുള്ള ധാരാളം ആൾക്കാരാണ് പിടിക്കപ്പെടുന്നത്. അവർക്ക് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ വിസ ഇല്ലാതാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവരെ തീർച്ചയായിട്ടും UK ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ രീതിയിലുള്ള ഡിപ്പോർട്ടേഷൻ ഇപ്പോഴെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് യുകെയിലേക്ക് കെയറർ വിസകളിലൊക്കെ 10-15 ലക്ഷം രൂപ മുടക്കി വന്നിട്ടുള്ള ആൾക്കാരുടെ പലരുടെയും ലൈസൻസ് നഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു ദിവസമാണ് നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള ഒരു ചേട്ടനോട് പറഞ്ഞത്, ഏകദേശം ഒരു 100 പേരോളമാണ് ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ ത്രൂവിൽ ഇവിടെ കെയറർ വിസയിലേക്ക് യുകെയിൽ എത്തിയത്. ഇവിടെ വന്നതിന് ശേഷം 2-3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ കമ്പനിയുടെ ലൈസൻസ് നഷ്ടപ്പെട്ടു, അവർ വിസയില്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഇങ്ങനെയുള്ള ധാരാളം ന്യൂസുകൾ ഇപ്പോഴും യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ ഒരു കെയറർ വിസയൊക്കെ വലിയ രീതിയിൽ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള നമ്മളുടെ ഇതേപോലെയുള്ള വിവിധ രാജ്യക്കാരായിട്ടുള്ള ആൾക്കാർ ധാരാളം വിസകൾ ഇതുപോലെ ഇഷ്യൂ ചെയ്ത് എല്ലാവരുടെയിൽ നിന്നും 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ്, അല്ലെങ്കിൽ 10,000 മുതൽ 20,000 പൗണ്ട് വരെയാണ് ഓരോ വിസയ്ക്ക് വേണ്ടിയും ഇവർ ഇപ്പോഴേ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ലൈസൻസ് നഷ്ടപ്പെട്ട് അവരുടെ വർക്ക് പെർമിറ്റും വിസയും നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് യുകെയിൽ ഇപ്പോഴും ജീവിക്കാം. നമുക്കറിയാം, ഇവിടെ യുകെയിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങളുടെ വിസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇതേപോലെ നമ്മൾ 10 അല്ലെങ്കിൽ 20 ലക്ഷം രൂപ മുടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ വിസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 60 ദിവസത്തിനുള്ളിൽ വേറൊരു വിസ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് കയറി പോകേണ്ടതായിട്ട് വരും. അതായത് UK ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന 60 ഡേയ്സ് ആണ്. ആ ഒരു 60 ഡേയ്സിന് ഉള്ളിൽ നിങ്ങൾ വേറൊരു വർക്ക് പെർമിറ്റ് കണ്ടുപിടിച്ച് നമ്മൾ വിസ അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ തുടരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് കണ്ടുപിടിക്കാൻ ഇത്രയും വേഗത്തിൽ ഒരു 60 ദിവസം കൊണ്ട്, 2 മാസം കൊണ്ട് നമുക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് ഒരു വർക്ക് പെർമിറ്റ്, സ്പോൺസർഷിപ്പ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ആൾക്കാർ വലിയ ദുരിതത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആൾക്കാർ ഒരു പക്ഷെങ്കിൽ ഈ ഒരു ഡിപ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് നാടുകളിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. യുകെയിൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് എത്തിയിട്ടുള്ള കെയർ വർക്കേഴ്സ് ഇങ്ങനെ വിസയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യുകെയിൽ നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കാനായിട്ട് UK ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് ഇപ്പോഴും നൽകാൻ
നൽകാനായിട്ടുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇവിടെ UK എത്തിയിട്ടുള്ള ഒരാളാണ്, നിങ്ങളുടെ ഇതുപോലൊക്കെ തന്നെ കെയറർ വിസയിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് തന്നെ വന്നിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ വന്നിട്ടുള്ള ഒരാൾ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വർക്ക് പെർമിറ്റ് റിവോക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ UK ഗവൺമെൻറ്, അതായത് നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ സീമ മൽഹോത്രയുടെ നേതൃത്വത്തിൽ ഇപ്പോഴേ അവർക്ക് വർക്ക് പെർമിറ്റ് നൽകാനായിട്ട് ഗവൺമെൻറ് ആലോചിച്ച് വരുന്നുള്ളൊരു വാർത്ത ഇപ്പോഴും പുറത്ത് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കുകൾ കൂടി ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അതാത് നിങ്ങളുടെ റീജിയണലായിട്ടുള്ള നിങ്ങളുടെ ഏരിയയിലുള്ള കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് സ്പെഷ്യലായിട്ട് അവർ ഏജൻസികളെ ഇപ്പോഴേ നിയമിച്ചിരിക്കുന്നു. ആ ഏജൻസികൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ ഹോമിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സെറ്റപ്പിൽ നിങ്ങൾക്ക് വിസ നൽകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ പലരും ഇപ്പോഴേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരെ പുറത്ത് കൊണ്ടുവന്നിട്ട് അവരെ നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെട്ട ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനായിട്ട് ഏകദേശം ഒരു 16 മില്യൺ പൗണ്ടാണ് മാറ്റി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ പ്രോപ്പറായിട്ടുള്ള എംപ്ലോയറെ കണ്ടുപിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നൽകിക്കൊണ്ട് നിങ്ങളെ ഇവിടെ നിലനിർത്താനായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോഴേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹെൽത്ത് കെയറേഴ്സിൻ്റെ ധാരാളം വേക്കൻസികളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ഇത്രയും പൈസ മുടക്കിയിട്ട് UK എത്തിയിട്ടുള്ള ഒരാൾ ഇവിടെ വന്ന് 3, 4 അല്ലെങ്കിൽ 5 മാസം കഴിയുമ്പോൾ അവരുടെ കമ്പനിയുടെ ലൈസൻസ് നഷ്ടപ്പെടുന്നു, അവരുടെ എംപ്ലോയീസിൻ്റെ എല്ലാവരുടെയും വർക്ക് പെർമിറ്റ് നഷ്ടപ്പെടുന്നു. അങ്ങനെ അവർക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് കെയർ സെക്ടറിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോഴേ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വിസയോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോക്കൽ കൗൺസിലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ തെളിഞ്ഞു വരുന്നത്. ഈ ഒരു വലിയ ഡിപ്പോർട്ടേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കെയറർ വർക്കർമാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഒരു പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതായത് ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു 16 മില്യൺ പൗണ്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എംപ്ലോയർ വർക്ക് പെർമിറ്റ് കൊടുക്കാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് 5000 പൗണ്ട് വരെ സർക്കാരിൽ നിന്ന് ആ എംപ്ലോയർക്ക് ഈ ഒരു വർക്ക് പെർമിറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഇത് വന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോൺസറുടെ ലൈസൻസ് റദ്ദാക്കിയതിനാൽ ഒരു സ്പോൺസർ ചെയ്ത കെയർ വർക്കർ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സഹായത്തിനായിട്ട് അവർ റീജിയണൽ സപ്പോർട്ട് ഹബ്ബുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ പാർലമെൻ്ററി അണ്ടർ സെക്രട്ടറി സീമ മൽഹോത്ര പറഞ്ഞിരിക്കുന്നത്. ലൈസൻസ് ഉള്ള സ്പോൺസർ ഇല്ലാതെ അവശേഷിക്കുന്ന കെയർ വർക്കർമാരുടെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ആ സ്ഥലം മാറ്റപ്പെട്ട കെയർ വർക്കർമാരെ മുതിർന്നവരുടെ ഈ ഒരു സാമൂഹ്യ പരിചരണ മേഖലയിലെ പുതിയ റോളുകളിലേക്ക് പിന്തുണയ്ക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് ഇപ്പോഴേ രൂപകൽപ്പന ചെയ്യുന്നതിനെ ഹോം ഓഫീസ് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇംഗ്ലണ്ടിലെ 15 പ്രാദേശിക കേന്ദ്രങ്ങൾക്കൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുതിർന്നവരുടെ സാമൂഹ്യ സേവനങ്ങളുടെ ഡയറക്ടർമാരും അടങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റപ്പെട്ട തൊഴിലാളികളെ പുതിയ റോളുകളിലേക്ക് പിന്തുണയ്ക്കുന്നതിനായി ഒരുമിച്ചു പ്രവർത്തിക്കുന്നു. ഒരു തൊഴിലാളി തങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും എന്നാൽ അവരുടെ സ്പോൺസർ ഇതുവരെ ഹോം ഓഫീസ് കംപ്ലയൻസ് നടപടികൾക്ക് വിധേയരാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ അവരെ പ്രാദേശിക ഹബ്ബുകളിലേക്ക് മുന്നോട്ട് വരാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സേവനം പ്രധാനമായും തൊഴിലുടമയുടെ സ്പോൺസർ ലൈസൻസ് റദ്ദാക്കിയ കെയർ വർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ആ ഹബ്ബുകളെ സമീപിക്കുന്ന മറ്റ് കെയർ വർക്കർമാർക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില തൊഴിലാളികൾ ഭയപ്പെടുമെന്ന് മനസ്സിലാക്കുന്നു. കെയർ വർക്കർമാർക്ക് പ്രത്യേകിച്ച് പ്രാദേശിക ഹബ്ബുകൾ പിന്തുണയ്ക്കുന്ന അപേക്ഷകർക്ക് മുൻഗണനാ സേവന ഫീസ് ഹോം ഓഫീസ് ഒഴിവാക്കും. പുതിയ സ്പോൺസറെ കണ്ടെത്തുന്നു. ഡിസ്പ്ലേസ്ഡ് കെയർ വർക്കർമാരെ സ്പോൺസറുടെ ലൈസൻസ് റദ്ദാക്കിയതിനാൽ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ട UK വിദേശ കെയർ വർക്കർമാരെ സഹായിക്കുന്നതിന്
സെസ്ക അതായത് സൗത്ത് ഈസ്റ്റ് സോഷ്യൽ കെയർ അസോസിയേഷൻ പ്രതിജ്ഞാപത്രമാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിശദ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ യു കെയിലൊക്കെ വന്നിട്ട് ഇത്രയും പണം നഷ്ടപ്പെട്ട് ഏതെങ്കിലുമൊക്കെ സ്പോൺസറുടെ അണ്ടറിൽ ലൈസൻസ് നഷ്ടപ്പെട്ട് നിങ്ങളുടെ വർക്ക് പെർമിറ്റൊക്കെ നഷ്ടപ്പെട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇത് വളരെയധികം ഉപകാരം ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഇത് വിശദമായിട്ട് നിങ്ങളൊന്ന് വായിച്ചതിന് ശേഷം അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് വിസ ലഭിക്കുന്നത്. കാരണം ഒരു പൗണ്ട് പോലും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. ഗവൺമെൻറ്റാണ് ഡയറക്റ്റായിട്ട് ആ ഒരു എംപ്ലോയർക്ക് പൈസ നൽകുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് പൈസ നൽകേണ്ടതായിട്ടില്ല. ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയാണ് ഇപ്പോഴ് നാടുകടത്തൽ ഭീഷണി, കാരണം കേരളമാരായിട്ടൊക്കെ വന്നിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം 1-2 മാസം കഴിഞ്ഞ് അവരുടെ ലൈസൻസ് റദ്ദായി അവരുടെ വർക്ക് പെർമിറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം ആൾക്കാരുടെ കഥകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കുന്നത് യാതൊരു സംശയവുമില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.